കാലത്ത് 2 മണിക്ക് തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. ഇവിടെ വരുമ്പോൾ നല്ല ക്യൂ, വിചാരിച്ചതിലും കൂടുതൽ ആളുകൾ ലൈനിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വാഗച്ചാർത്തൊക്കെ കാണാമെന്നും പറഞ്ഞിട്ടായിരുന്നു വന്നത്. പക്ഷേ വലിയ നീണ്ട ക്യൂ ആയിരുന്നു. ആളുകൾ തലേന്ന് രാത്രി തന്നെ ക്യൂവിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രസാദം കൗണ്ടറിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യൂ. അത്രയ്ക്കും വലിയ ക്യൂ ആയിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് വാഗച്ചാർത്തൊന്നും കാണാൻ പറ്റിയില്ല. ഹലോ ഫ്രണ്ട്സ്, ഗുരുവായൂർ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. വീഡിയോ അവസാനം വരെ കാണണേ. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ, അത് മറക്കല്ലേ. ഇവരൊക്കെ രാത്രി തന്നെ വന്നിരിക്കുകയാണ് കാലത്തെ ദർശനത്തിന്. അതിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. ഇത്രയും ലൈനായി കഴിഞ്ഞു. പുലർച്ചയ്ക്ക് 2 മണിക്ക് ക്യൂവിൽ വന്ന് നിന്നിട്ട് 9 മണിക്കാണ് ദർശനം കിട്ടിയത്. ദർശനം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പോൾ എല്ലാ ഹോട്ടലിലും ഊണാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ടിഫിനായിട്ട് എന്തെങ്കിലും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിഫിൻ കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. ഞാനും മോനും പൊറോട്ട ഓർഡർ ചെയ്തു, ചേട്ടൻ റോസ്റ്റും. ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലെത്തി. ടി വി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ബഹളമാണ്. അവന് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കിട്ടിയ മയിൽപ്പീലിയാണ്. കിട്ടിയ അപ്പോൾ തൊട്ട് ഇതിൻ്റെ പിന്നാലെയാണ്. റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി വൈകുന്നേരം ആവും അവിടെ എത്തുമ്പോൾ. സമയം 1 മണി കഴിഞ്ഞു കേട്ടോ. നമ്മളിനി റൂം വെക്കേറ്റ് ചെയ്ത് പോവാൻ നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഗുരുവായൂരിന്ന് പാലക്കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച്. സമയം 1:30. അങ്ങനെ ഞങ്ങളുടെ ഗുരുവായൂർ ട്രിപ്പ് ഇവിടെ തീർന്നിരിക്കുകയാണ്. നല്ലപോലെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. രാവിലെ നല്ല തിരക്കായിരുന്നു ഇത്തവണ. ഇന്നലെ കുഴപ്പമില്ലാണ്ട് വേഗം പോയി. ഇന്ന് 2 മണിക്ക് പോയി നിന്നിട്ട് ഞങ്ങൾക്ക് 9 മണിക്കാണ് അകത്ത് കയറാൻ പറ്റിയത്. അത്രയും നേരം ക്യൂ അവിടെ തന്നെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടു കാണാൻ. പിന്നെ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങി അപ്പോൾ അതാ തിരിച്ചു പോകണം. അപ്പോൾ ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഗുരുവായൂർ ട്രിപ്പിലെ വിശേഷങ്ങൾ. വീഡിയോ കണ്ടിട്ട് പോകുന്നതിന് മുമ്പ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു പൊടിച്ചിട്ട് പോണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.